നമസ്കാരം. നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ ആ വസ്തു നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് ബാങ്കിന് അതിന്മേലൊരു അവകാശം കൊടുക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വളരെ സവിശേഷമായ സാമ്പത്തിക കരാറിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹൈപ്പോത്തിക്കേഷൻ. നമുക്കൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ബിസിനസിന്റെ ആവശ്യത്തിനായി ഒരു കാർ വാങ്ങണം. അതിനൊരു ലോൺ അത്യാവശ്യമാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ലോൺ തിരിച്ചടയ്ക്കണമെങ്കിൽ നിങ്ങൾ ആ കാർ ഓടിച്ച് പണമുണ്ടാക്കണം. അപ്പോൾ ഒരേ സമയം ഒരു വസ്തുവിനെ ഈടായി വയ്ക്കുകയും അതേസമയം അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു സാധാരണയായി പലരും നേരിടുന്നൊരു ചോദ്യമാണ്. പക്ഷേ ഇതിന് നിയമത്തിൽ ഒരു മികച്ച പരിഹാരമുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പസിലിന്റെ നിയമപരമായ സൊല്യൂഷനാണ് ഹൈപ്പോത്തിക്കേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണിത്? നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അതിനൊരു ഉറപ്പ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു മൂവബിളായിട്ടുള്ള, അതായത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധനത്തിന്മേൽ ലോണ് തരുന്നയാൾക്ക് ഒരു അവകാശം കൊടുക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ആ സാധനം, അതായത് അതിന്റെ പൊസഷൻ അല്ലെങ്കിൽ കൈവശാവകാശം, അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഇതാണ് ഹൈപ്പോത്തിക്കേഷൻ. ശരി, അപ്പൊ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ കടക്കാം, അല്ലേ? ഇനി നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ പസില്, പിന്നെ ഹൈപ്പോത്തിക്കേഷൻ ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ പ്ലെഡ്ജ്, മോർഗേജ് എന്നിവയുമായി ഇതിനെന്താണ് വ്യത്യാസം, ഇനി ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവസാനം ഇതിന്റെ എല്ലാം ഒരു ചുരുക്കം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ഒരു സാധാരണ സാമ്പത്തിക സമസ്യ, അതായത് നമുക്ക് വരുമാനം ഉണ്ടാക്കിത്തരുന്ന ഒരു ആസറ്റ്, ഒരു വർക്കിംഗ് ആസറ്റ്, അതെങ്ങനെയാണ് ലോണിന് ഈടായി വെക്കാൻ കഴിയുക? ആ ചോദ്യമാണ് നമ്മൾ ആദ്യം വിശദമായി നോക്കുന്നത്. ഇതിനുള്ള പരിഹാരം കിടക്കുന്നത് ഒരു പ്രത്യേകതരം കരാറിലാണ്. അത് ഒരു വസ്തുവിന്റെ ഓണർഷിപ്പ്, അതായത് ഉടമസ്ഥാവകാശത്തെ അതിന്റെ പൊസഷൻ അഥവാ കൈവശാവകാശത്തിൽ നിന്ന് നിയമപരമായി വേർതിരിക്കുന്നു. ഈയൊരു ബുദ്ധിപരമായ ആശയമാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന കരാറിന്റെ അടിസ്ഥാനം. നമുക്കിത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇത് പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിന്റെ മെക്കാനിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രോസസ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ബോറോവർ കീപ്സ് പൊസഷൻ, അതായത് കടം വാങ്ങുന്നയാൾക്ക് ആ വസ്തു കൈവശം വെക്കാം. നിങ്ങളുടെ കാറോ കടയിലെ സ്റ്റോക്കോ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് തുടർന്നും ഉപയോഗിക്കാം. രണ്ടാമതായി, ലോൺ തരുന്ന ബാങ്കിന് ആ വസ്തുവിന്മേൽ ഒരു ഇക്വിറ്റബിൾ ചാർജ് ലഭിക്കും. ഇതിനെപ്പറ്റി നമുക്ക് വിശദമായി പറയാം. മൂന്നാമതായി, ഇതെല്ലാം വ്യക്തമാക്കുന്ന ഒരു റിട്ടൺ അഗ്രിമെന്റ് അഥവാ രേഖാമൂലമുള്ള ഒരു കരാറുണ്ടാക്കുന്നു. നാലാമതായി, ഈ ചാർജ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യും. ഉദാഹരണത്തിന് ഒരു കാറാണെങ്കിൽ അതിന്റെ RC ബുക്കിൽ ബാങ്കിന്റെ പേരും രേഖപ്പെടുത്തും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വിറ്റബിൾ ചാർജ് എന്ന ആശയമുണ്ടല്ലോ, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇതിനെ നമുക്ക് ബാങ്കിന്റെ കയ്യിലുള്ള ഒരു മാസ്റ്റർ കീ ആയി സങ്കല്പിക്കാം. സാധാരണ താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാറ് ഓടിക്കാം, ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തിയാൽ ആ കാറ് നിയമപരമായി ക്ലെയിം ചെയ്യാനുള്ള മാസ്റ്റർ കീ ബാങ്കിന്റെ കയ്യിലുണ്ട്. അതാണ് ഈ ചാർജ്. ഇവിടെയാണ് സാധാരണയായി ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്നത്. ഹൈപ്പോത്തിക്കേഷൻ, പ്ലെഡ്ജ്, മോർഗേജ് കേൾക്കാൻ ഒരുപോലെ ഇരിക്കും, പക്ഷെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ആശയക്കുഴപ്പം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ ഈ കൺഫ്യൂഷൻ മുഴുവൻ മാറും. ആദ്യം നമുക്ക് പൊസഷൻ നോക്കാം, അതായത് ആ വസ്തു ആരുടെ കയ്യിലായിരിക്കും. കണ്ടില്ലേ, ഹൈപ്പോത്തിക്കേഷനിലും മോർഗേജിലും ആസ്തി നമ്മുടെ കയ്യിൽ, അതായത് കടം വാങ്ങുന്നയാളുടെ കയ്യിൽ തന്നെയായിരിക്കും. പക്ഷേ പ്ലെഡ്ജിൽ അങ്ങനെയല്ല. നമ്മൾ സ്വർണം പണയം വെക്കുന്നത് ഓർത്തു നോക്കൂ, ആ സ്വർണം ബാങ്കിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അതുതന്നെ. ഇനി അസറ്റ് ടൈപ്പ് നോക്കാം. ഏത് തരം അസറ്റുകളാണ് ഇതിൽ വരുന്നത്? ഹൈപ്പോത്തിക്കേഷനും പ്ലെഡ്ജും മൂവബിൾ ഗുഡ്സ്, അതായത് വണ്ടി, മെഷീനറി പോലെയുള്ള സാധനങ്ങൾക്കാണ്. എന്നാൽ മോർഗേജ് എപ്പോഴും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണ്, അതായത് വീട്, സ്ഥലം അങ്ങനെയുള്ളവയ്ക്ക്. സ്വാഭാവികമായും ഇവയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും വേറെ വേറെയാണ്. ഹൈപ്പോത്തിക്കേഷന് ശക്തി കൊടുക്കുന്നത് സർഫാസി ആക്ടാണ്. പ്ലെഡ്ജ് വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലും മോർഗേജ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലുമാണ്. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഇതിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു ഭാഗത്തേക്ക് വരാം. അതായത് ഒരു ഡീഫോൾട്ട് ഉണ്ടായാൽ, ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് ലോൺ തന്ന ബാങ്കിന്റെ ആ ഇക്വിറ്റബിൾ ചാർജ് ഒരു യഥാർത്ഥ ക്ലെയിമായി മാറുന്നത്. 2002 സർഫാസി ആക്ട് എന്ന വളരെ ശക്തമായ ഒരു നിയമമാണ് ഇതിന് ബാങ്കിന് അധികാരം നൽകുന്നത്. അതോടെ ബാങ്കിന്റെ ആ ചാർജ് വെറുമൊരു പേരല്ല,
അതൊരു യഥാർത്ഥ നിയമപരമായ അവകാശവാദമായി മാറുന്നു. അപ്പോ ലോൺ തിരിച്ചടവിൽ വീഴ്ച വന്നാൽ ബാങ്കിന് സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ബാങ്ക് ലോൺ തിരിച്ചു വിളിക്കും. അതായത് മുഴുവൻ തുകയും ഉടൻ അടയ്ക്കാൻ ആവശ്യപ്പെടും. രണ്ടാമതായി, അവർ ആസ്തിയുടെ കൺസ്ട്രക്റ്റീവ് പൊസഷൻ എടുക്കും. ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനർത്ഥം ബാങ്ക് ഫിസിക്കലായി വന്ന് നിങ്ങളുടെ കാർ എടുത്തുകൊണ്ടു പോയി എന്നല്ല, മറിച്ച് ആ കാർ നിയന്ത്രിക്കാനും വിൽക്കാനുമുള്ള പൂർണ്ണമായ നിയമപരമായ അവകാശം ബാങ്കിന് ലഭിച്ചു എന്നാണ്. മൂന്നാമതായി, അവർക്ക് കിട്ടാനുള്ള പണം വീണ്ടെടുക്കുന്നതിനായി ആ ആസ്തി വിൽക്കാനും അവർക്ക് സാധിക്കും. ശരി, നമുക്ക് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ഹൈപ്പോത്തിക്കേഷനെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രധാനമായും ഈ കാര്യങ്ങൾ ഓർത്തുവെക്കുക. ഒന്നാമത്, ആസ്തിയുടെ പൊസിഷൻ, അതായത് കൈവശാവകാശം എപ്പോഴും കടം വാങ്ങുന്ന നിങ്ങളുടെ കയ്യിൽ തന്നെയായിരിക്കും. രണ്ടാമത്, ഇത് വാഹനങ്ങൾ, മെഷീനറി, സ്റ്റോക്ക് പോലെയുള്ള മൂവബിൾ അസറ്റ്സിന് മാത്രമേ ബാധകമാകൂ. മൂന്നാമത്, ഇതെല്ലാം ഒരു ഹൈപ്പോത്തിക്കേഷൻ എഗ്രിമെന്റ് എന്ന രേഖാമൂലമുള്ള കരാറിലൂടെയാണ് നടക്കുന്നത്. നാലാമത്, വാഹനവായ്പകളിലും ബിസിനസ് ലോണുകളിലും ഇത് വളരെ നിർണായകമായ ഒരു ടൂളാണ്. പിന്നെ അവസാനമായി, സർഫേസി ആക്ട് പ്രകാരം ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കിന് വളരെ ശക്തമായ നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്നു. ഈ കരാറിന്റെ സാമ്പത്തിക പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് ഈ ഒരു ഉദ്ധരണി വ്യക്തമാക്കുന്നുണ്ട്. ചലിക്കുന്ന ആസ്തികളുടെ ഉപയോഗം ഒരു തരത്തിലും തടസ്സപ്പെടുത്താതെ അവ ഉപയോഗിച്ചുതന്നെ വായ്പ നേടാൻ കടം വാങ്ങുന്നവരെ സഹായിക്കുന്ന ഒരു സുപ്രധാന സാമ്പത്തിക ഉപകരണമാണ് ഹൈപ്പോത്തിക്കേഷൻ. അപ്പോ ഹൈപ്പോത്തിക്കേഷൻ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ ഓരോ സാമ്പത്തിക പദങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും അത്ര സങ്കീർണമല്ല എന്ന് നമുക്ക് തോന്നും, അല്ലേ? ഈ വിഷയം ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.